അപ്പോൾ എല്ലാവർക്കും മെന്റൽസ് ലോ എൻട്രൻസ് അക്കാദമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്പർ സിസ്റ്റം. ഇത് കാണാൻ പറ്റും. നമ്പർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്പർ സിസ്റ്റം പറയുന്ന കാര്യത്തിൽ തന്നെ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതുമ്പോൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ്? പല ടൈപ്പ് നമ്പേഴ്സിനെ പഠിക്കും അല്ലെ. ഡിഫറെന്റ് ടൈപ്പ് നമ്പേഴ്സിനെ പഠിക്കണം. പിന്നെ ആ നമ്പേഴ്സിന്റെ കുറെ ഓപ്പറേഷൻസ് പഠിക്കണം, എക്സാമ്പിൾ പഠിക്കണം. അത് കുറെ എക്സാമ്പിളൊക്കെ എന്തൊക്കെയാന്ന് വെച്ചാൽ നമുക്കറിയാം, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സും അങ്ങനെയൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറെ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പല ടൈപ്പ് നമ്പറുകൾ ഏതൊക്കെയാണെന്ന് ആദ്യം പഠിച്ചാലോ? ആദ്യത്തെ സ്ലൈഡിൽ നോക്കിയാലോ, അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പഠിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ കൊച്ചിലെ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണെന്ത്? നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എന്ത് പറയും? എണ്ണൽ സംഖ്യകൾ എന്ന് പറയും. നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് എന്താണെന്നാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ നോക്കിയടാ, 1 2 3 4 എക്സെട്ര. അവിടെ ഇങ്ങോട്ടേക്ക് വരാം, 5 വരാം, 6 വരാം, 7 വരാം, 8 വരാം, അങ്ങ് പോവാം. അപ്പൊ ഒന്നിൽ തുടങ്ങുന്ന നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? നാച്ചുറൽ നമ്പർ. അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ എണ്ണാനായിട്ട് നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഖ്യകളെ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഖ്യകളെ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, അവിടെ താഴെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എടുത്തു പറയുന്നത് എണ്ണാൻ ഉപയോഗിക്കുന്നതെന്ന്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു 10 ബുക്ക് കൊണ്ടുവച്ചു, അല്ലെങ്കിൽ 10 ബോക്സ് കൊണ്ടുവച്ചു, അല്ലെങ്കിൽ 10 ബോൾ കൊണ്ടുവച്ചു. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴത്തെ എങ്ങനെയായിരിക്കും എണ്ണാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, കൗണ്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? 1 2 3 4 അങ്ങനെയല്ല സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ നാച്ചുറൽ നമ്പേഴ്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നിലായിരിക്കും. അതെന്തുകൊണ്ട് ഇവിടെ പറയാൻ കാര്യം എന്ന് ചോദിച്ചാലേ, ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യാം? 1 2 3 4 5 6 7 8 9 10. അതായിരിക്കും ആദ്യത്തെ 10, ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. എന്നാൽ അടുത്ത നോക്കിയാൽ ഹോൾ നമ്പേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഹോൾ നമ്പേഴ്സ് അവിടെ നോക്കണം, 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹോൾ നമ്പേഴ്സ് എന്ന് വിളിക്കും. ഇപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയാ? 1 2 3 4 ആണെങ്കിൽ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മേലേക്ക് പോകുന്ന നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹോൾ നമ്പേഴ്സ്. മലയാളത്തിൽ അഖണ്ഡ സംഖ്യ എന്നൊക്കെ പറയും, നമുക്ക് മലയാളം വേണ്ട. അപ്പൊ ഹോൾ നമ്പേഴ്സ് എന്ന് പറയും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം, ഫസ്റ്റ് ശ്രദ്ധിച്ചേ, ഫസ്റ്റ് 10 ഹോൾ നമ്പേഴ്സ്. ഫസ്റ്റ് 10 ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എവിടം തൊട്ട് എവിടം വരെ വരും പറയാൻ പറ്റുമോ? ആദ്യത്തെ 10 ഹോൾ നമ്പേഴ്സ് എന്നാണ് പറയുന്നതെങ്കിൽ, ആദ്യത്തെ 10 ഹോൾ നമ്പേഴ്സ് എന്നാണ് പറയുന്നതെങ്കിൽ അത് ഏതൊക്കെയായിരിക്കും? 0 1 2 3 4 5 6 7 8 9 വരെ വരത്തുള്ളൂ. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ആദ്യത്തെ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നതെങ്കിൽ 1 മുതൽ 10 വരെ വരും. അതേസമയം ഫസ്റ്റ് 10 ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര വരെ വരുള്ളൂ? 9 വരെ വരുള്ളൂ. 0 മുതൽ 9 വരെ മാത്രമേ എന്ത് വരത്തുള്ളൂ? ആദ്യത്തെ ഫസ്റ്റ് ഹോൾ നമ്പേഴ്സ് എന്ന് വരത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാലേ, നമ്മൾ ഇവിടെ ക്വസ്റ്റ്യനിൽ സമ്മ് കാണാനൊക്കെ ചോദ്യം ചോദിക്കും. സമ്മ് കാണാൻ വേണ്ടിയിട്ട്, അതായത് ആദ്യത്തെ ഫസ്റ്റ് 9 ഹോൾ നമ്പേഴ്സിന്റെ സമ്മ് കാണുക, അല്ലെങ്കിൽ 10 ഹോൾ നമ്പേഴ്സിന്റെ സമ്മ് കാണാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ട എവിടെ തൊട്ടാ? 0 തൊട്ട് വേണം ആഡ് ചെയ്യാൻ. അതേസമയം ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ പറഞ്ഞാലോ, അവിടെ 1 + 2 + 3 തൊട്ടായിരിക്കും ആഡ് ചെയ്യുന്നത്. അപ്പൊ നാച്ചുറൽ നമ്പറും ഹോൾ നമ്പറും സെറ്റ് ആയല്ലോ. അപ്പൊ എന്നാണ് ഉപയോഗിക്കുന്ന സംഖ്യകളെ നാച്ചുറൽ നമ്പർ എന്ന് വിളിക്കും. 1 2 3 4 ആയിരിക്കും നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാല്. എന്നാലും 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹോൾ നമ്പേഴ്സ് എന്ന് വിളിക്കും. ഇവിടെ കാണിച്ചിട്ടുണ്ടേ, 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സിനെ വിളിക്കുന്ന പേരായിരിക്കും ഹോൾ നമ്പേഴ്സ്. അതെങ്ങനെ ആയിരിക്കും? 0 1 2 3 4 അങ്ങനെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്ത് പോ. ഇനി അടുത്ത നമ്പർ പഠിക്കാം. എന്താണ് അവിടെ കൊടുത്തേക്കുന്നത്? ഈവൻ നാച്ചുറൽ നമ്പർ, അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പറയും? ഇരട്ട സംഖ്യകൾ എന്ന് പറയും. ഇരട്ട സംഖ്യകൾ അല്ലെങ്കിൽ എന്നാ പറയുന്നത്? ഈവൻ നാച്ചുറൽ നമ്പർ. സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര ഒരാളാ? 2 4 6 8 എക്സെട്ര. 2 4 6 8 എന്ന് പറഞ്ഞ് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഈവൻ നാച്ചുറൽ നമ്പർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഈവൻ അതും നാച്ചുറൽ നമ്പറിന്റെ കാറ്റഗറി ആണല്ലോ. കാരണം എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ്. അവിടെ 0 വരുന്നില്ല അല്ലെ? 0 വരുന്നുണ്ടോ? വരുന്നില്ല. 0 വരാത്തത് കൊണ്ട് തന്നെ നാച്ചുറൽ നമ്പേഴ്സിന്റെ കാറ്റഗറിയിൽ ആരെ ഇൻക്ലൂഡ് ചെയ്യാം? ഈവൻ നമ്പേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഈവൻ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന എത്രയിലായിരിക്കും? 2 4 6 8 എന്ന് പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. ഇവിടെയും ശ്രദ്ധിക്കുക, ആദ്യത്തെ 10 ഈവൻ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും? 2 വരും, 4 വരും, 6 വരും, 8 വരും, 10 വരും, പിന്നെ ഇങ്ങോട്ട് വരും 12
14, 16, 18, 20. ആദ്യത്തെ 10 ഈവൻ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര വരെ ആയിരിക്കും? 2 മുതൽ 20 വരെ ആയിരിക്കും. നമ്മൾ നോർമൽ എണ്ണുന്ന പോലെ അല്ല. ശ്രദ്ധിക്കുക, ഇപ്പൊ നാച്ചുറൽ നമ്പർ സെറ്റ് ആയല്ലോ, ഈവൻ നാച്ചുറൽ നമ്പർ ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ നോക്കണം ഓഡ് നാച്ചുറൽ നമ്പർ. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒറ്റ സംഖ്യകളൊന്നും ആദ്യം പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? 1, 3, 5, 7, 9 അങ്ങനെ പോകുന്ന നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കും. ഓഡ് നാച്ചുറൽ നമ്പേഴ്സിലും ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോമൺ ആയിട്ട് കാണുന്ന കാര്യം എന്താ? നമ്മൾ ഓഡ് നാച്ചുറൽ നമ്പർ നോക്കി അല്ലെങ്കിൽ ഒരു ഈവൻ നാച്ചുറൽ നമ്പർ നോക്കി, അവിടെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം അടുത്തടുത്തുള്ള 2 നാച്ചുറൽ നമ്പറുകൾ തമ്മിൽ, അല്ലെങ്കിൽ 2 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എന്ന് പറയാം, അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയാം. അടുത്തടുത്തുള്ളതിന് പറയുന്ന മറ്റൊരു പേരാണ് കോൺസിക്യൂട്ടീവ് എന്ന് പറയും. അടുത്തടുത്തുള്ള 2 നമ്പേഴ്സിന് പറയുന്ന മറ്റൊരു പേരാണ് കോൺസിക്യൂട്ടീവ് എന്ന് പറയും. അപ്പൊ അടുത്തടുത്തുള്ള 2 ഈവൻ നമ്പേഴ്സ് എടുത്താലും അടുത്തടുത്തുള്ള 2 ഓഡ് നമ്പേഴ്സ് എടുത്താലും അവരുടെ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്ര ആയിരിക്കും? അവിടെ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്ര ആയിരിക്കും? 2 ആയിരിക്കും. നോക്കിയേ, 2, 4, 6, 8 ഓരോ ടേമും അടുത്തടുത്തുള്ള ഓരോ ടേമും കുറച്ച് നമുക്ക് എത്ര ഡിഫറൻസ് കിട്ടും? 2 കിട്ടും. അതുപോലെ അവിടെ നോക്കിയേ 1, 3, 5, 7 1, 3, 5, 7 അതും നോക്കി എന്താ? അടുത്തടുത്തുള്ള 2 ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരുന്നത്? 2 വരും. ഇതെന്താ പറയാൻ കാര്യം എന്നറിയും? ഇപ്പൊ നമ്മൾ ചില ക്വസ്റ്റ്യനുകൾ നമുക്ക് ഷോർട്ട് കട്ട് ഒക്കെ നമ്മൾ പഠിക്കും, എന്നാലും ചിലർക്ക് ഷോർട്ട് കട്ട് പറ്റാതെ വരുന്ന സിറ്റുവേഷനിൽ അടുത്തടുത്തുള്ള 2 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സിന്റെ സം ഇത്രയാണ്, അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സിന്റെ സം ഇത്രയാന്നൊക്കെ പറഞ്ഞ് തരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാലേ, അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു നമ്പർ അറിയില്ല, ഏതോ നമ്പർ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഒരു നമ്പറിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ, ഒരു നമ്പറിനെ എക്സ് എന്ന് വിളിക്കുവാണെങ്കിൽ അടുത്ത നമ്പറിനെ എന്ത് വിളിക്കാം? ആ x+2 എന്ന് വിളിക്കാം, അല്ലെ? x+2 എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഒരു നമ്പർ എക്സ് എന്ന് വിളിച്ചാൽ അടുത്ത നമ്പറിനെ എന്ത് വിളിക്കാം? ആ x-2 എന്ന് വിളിക്കാം. മനസ്സിലായോ? അപ്പൊ ഈവൻ നമ്പേഴ്സിന്റെ കേസിലും ഓഡ് നമ്പേഴ്സിന്റെ കേസിലും അങ്ങനെ വരാം. ഒരു നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും? ആ x+2 ആയിരിക്കും. അല്ലെങ്കിൽ ഒരു നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും? x-2 ആയിരിക്കും. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? നമ്മൾ എന്താ പറഞ്ഞേ? നാച്ചുറൽ നമ്പേഴ്സ് പറഞ്ഞു, പിന്നെ ഏതാ പറഞ്ഞേ? ഹോൾ നമ്പേഴ്സ് പറഞ്ഞു, പിന്നെ പറഞ്ഞു ഈവൻ നാച്ചുറൽ നമ്പർ പറഞ്ഞു, ഓഡ് നാച്ചുറൽ നമ്പർ പറഞ്ഞു. അടുത്തതാണ് ഇന്റിജേഴ്സ്. അവിടെ കാണാൻ പറ്റും. നമ്മൾ ഇന്റിജേഴ്സ് പഠിക്കുന്ന എപ്പോഴാണ്? നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഇന്റിജേഴ്സ് നമ്മൾ ഇങ്ങനെ ഒരു സാധനം പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഇതിനെന്താ പറയാ? നമ്പർ ലൈൻ എന്ന് പറയും. നമ്പർ ലൈൻ. ഈ മേലേക്ക് റൈറ്റിലേക്ക് പോസിറ്റീവ് നമ്പേഴ്സ് വരും, ലെഫ്റ്റിലേക്ക് ഇങ്ങനെ നെഗറ്റീവ് നമ്പേഴ്സ് വന്നിട്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് നമ്പർ ലൈൻ എന്ന് വിളിക്കും. ആ നമ്പർ ലൈനിൽ എന്തൊക്കെ ഉണ്ടാവും? പോസിറ്റീവ് നമ്പറും ഉണ്ടാവും, നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ടാവും, സീറോയും ഉണ്ടാവും. അതായത് പോസിറ്റീവ് നമ്പേഴ്സ് നമുക്ക് പോസിറ്റീവ് ഇന്റിജേഴ്സ് എന്ന് വിളിക്കാം, നെഗറ്റീവ് നമ്പേഴ്സിന് എന്ത് വിളിക്കാം? നെഗറ്റീവ് ഇന്റിജേഴ്സ് എന്ന് വിളിക്കാം, സീറോയും ഉണ്ട്. അപ്പോ പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും സീറോയും കൂടെ ഇൻക്ലൂഡ് ആവുന്ന മൊത്തത്തിലുള്ള നമ്പറിന്റെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റിജേഴ്സ് എന്ന് വിളിക്കും. പേരൊക്കെ വരുന്നുണ്ടാവും. പോസിറ്റീവ് നമ്പറും ഉണ്ട്, നെഗറ്റീവ് നമ്പറും ഉണ്ട്, സീറോയും ഉണ്ട്. അപ്പൊ ഇവര് 3 പേരും കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇവര് 3 പേരെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള നമ്പേഴ്സിന്റെ ഒരു കൂട്ടമാണ് എന്തെന്ന് പറയുന്നത്? ഇന്റിജേഴ്സ് എന്ന് പറയാം. അടുത്ത നമ്പർ നോക്കണം, പ്രൈം നമ്പർ. നമ്മൾ ഇതുവരെ പഠിച്ച നമ്പേഴ്സ് എല്ലാം അത്യാവശ്യം നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്, കാരണം നമുക്ക് കണ്ടിട്ടുള്ളതും പരിചയമുള്ള കാര്യങ്ങളാണ്. പ്രൈം നമ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അഭാജ്യ സംഖ്യകൾ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. എന്നാലും പലർക്കും ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ളതും നമുക്ക് അത്യാവശ്യം തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രൈം നമ്പർ. എന്താണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാല്? അതായത് നമ്മൾ ഫാക്ടേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇപ്പൊ 4ന്റെ ഫാക്ടർ എടുക്കാൻ പറഞ്ഞാൽ ഏതൊക്കെ നിങ്ങൾ പറയും? 4ന്റെ ഫാക്ടർ എടുക്കാൻ പറഞ്ഞാല് ഏതൊക്കെ പറയും? ആ 1 എല്ലാ നമ്പറിന്റെ ഒരു ഫാക്ടറാണ് അല്ലെ? 4ന്റെ ഫാക്ടർ ഏതൊരു നമ്പറിന്റെ ഫാക്ടർ എടുക്കാൻ പറഞ്ഞാലും 1 ഉറപ്പായിട്ടും ആ നമ്പറിന്റെ ഫാക്ടർ ആയിട്ട് അവിടെ ഉണ്ടായിരിക്കും. 1 ഉറപ്പായിട്ടും ആ നമ്പറിന്റെ ഫാക്ടർ ആയിട്ട് ഉണ്ടാവും. അതുപോലെ വരുന്നതാണ് 2 അല്ലെ? 4ന്റെ ഫാക്ടർ ആണ് 2 എന്ന് പറയാം. പിന്നെ 4 തന്നെ അതിന്റെ ഒരു ഫാക്ടർ. അതായത് ഏതൊരു നമ്പറിന്റെ ഫാക്ടർ എടുക്കാൻ പറഞ്ഞാലും ബേസിക്കലി ആ നമ്പറും 1 ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങള് 10ന്റെ ഫാക്ടർ എടുത്തേരാം. 10ന്റെ ഫാക്ടർ ഇവിടെ എടുത്തേ കാണാൻ പറ്റില്ല അല്ലെ? 10ന്റെ ഫാക്ടർ എടുത്തേ. 10ന്റെ ഫാക്ടർ ഏതൊക്കെ വരാം? 1 വരും അല്ലെ? പിന്നെ ഇത് വരാം 2 വരും, ഓക്കെ 5 വരും, 10 വരും അല്ലെ? 1 വരും, 2 വരും, 5 വരും, 10 വരും. അതായത് നമ്മൾ ഈ ഫാക്ടേഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 കൂടുതൽ ഫാക്ടേഴ്സ് അവിടെ വരുന്നുണ്ട്. ഏത് നമ്പർ എടുത്താലും ഉറപ്പായിട്ടും 2 ഫാക്ടർ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഏത് നമ്പർ എടുത്തു, കാരണം ആ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ 1 കോടി എടുത്താലും അതിനകത്ത് ഫാക്ടേഴ്സ് പറയാൻ പറഞ്ഞാൽ 1 ഉറപ്പായിട്ടും ആ നമ്പറിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. 1 ഉറപ്പായിട്ടും ആ നമ്പറിന്റെ ഫാക്ടർ ആയിരിക്കും. അതുപോലെ തന്നെ ആ നമ്പറും അതിന്റെ ഫാക്ടർ ഇറ്റ്സെൽഫ് എന്നാ പറയാ. ഈ നമ്പർ ഇറ്റ്സെൽഫ് ഫാക്ടർ എന്ന് പറയാം. ആ നമ്പർ എന്താണ്? ഉറപ്പായിട്ടും അതിന്റെ ഫാക്ടർ ആയിരിക്കും.
അപ്പൊ 10ന്റെ ഫാക്ടർ എടുത്താൽ 1 ഉറപ്പായിട്ടുണ്ട്, 10 ഉറപ്പായിട്ടുണ്ട്. 15ന്റെ ഫാക്ടർ എടുത്താലും 1 ഉറപ്പായിട്ട് അവിടെ ഉണ്ടാവും, 15 ഉറപ്പായിട്ട് എന്താവും അവിടെ ഉണ്ടാവും. എന്നാൽ നമ്മൾ ആ കൊടുക്കുന്ന നമ്പറൊക്കെ ഒന്ന് നോക്കി, ആ എഴുതിയേക്കുന്ന പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന നമ്പേഴ്സ് ഒക്കെ നോക്കിയേ. 2, 3, 5, 7 അങ്ങനെ പോയേക്കുന്നത്. 2ന്റെ ഫാക്ടർ ഒന്ന് എടുത്തേടാ. 2ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാവും? ആകെ ഏതൊക്കെ ഫാക്ടർ മാത്രമേ ഉള്ളൂ? 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? 2ന്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എത്ര മാത്രമേ ഉള്ളൂ? ഏതൊക്കെ മാത്രമേ ഉള്ളൂ? 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. അടുത്ത നമ്പർ നോക്ക്, 3. 3ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 3ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? അവിടെ 1ഉം 3ഉം മാത്രമേ വരുന്നുള്ളൂ അല്ലെ? 3ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചാല് അവിടെ 1ഉം 3 വരുന്നുള്ളൂ. അടുത്ത 13 എടുത്തേ. 13 ഏതെങ്കിലും ടേബിളിന്റെ ഏതെങ്കിലും നമ്പറിന്റെ ടേബിൾ വരുന്നുണ്ടോ? ആകെ 13ന്റെ ടേബിളിലേ പറയുള്ളൂ. അപ്പൊ അതുപോലെ 1, 13 ഈ 2 ഫാക്ടർ മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളടാ. 1ഉം ആ നമ്പർ മാത്രമേ ഫാക്ടർ ആയിട്ട് വരുന്നുള്ളെങ്കിൽ, എങ്ങനെ പറഞ്ഞേ? 1ഉം ആ നമ്പർ മാത്രമേ ഒരു നമ്പറിന് ഫാക്ടേഴ്സ് ആയിട്ട് ആകെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ എന്ത് വിളിക്കാം? പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് വിളിക്കാം. അപ്പൊ ഇത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ പോലെ പറയുന്നതേ ഉള്ളൂ. അപ്പൊ എന്താണ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ? 1ഉം ആ നമ്പർ മാത്രമേ ഒരു നമ്പറിന് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് പറയാം. അപ്പൊ അവിടെ അറിഞ്ഞിരിക്കേണ്ടത് പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന എന്തിലാ? 2ലാണ് അല്ലെ? 2ലാണ് പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ അവിടെ ഇരിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്മോളസ്റ്റ് പ്രൈം നമ്പർ, ഏറ്റവും സ്മോളസ്റ്റ് പ്രൈം നമ്പർ ചോദിച്ചാൽ എത്രയാണ്? 2ആണ്. ഏറ്റവും സ്മോളസ്റ്റ് പ്രൈം നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 2ആണ്. തെറ്റല്ലേ? സ്മോളസ്റ്റ് പ്രൈം നമ്പർ ഏതാ? 2. അതുപോലെ തന്നെ നിങ്ങൾ പ്രൈം നമ്പേഴ്സിന്റെ ലിസ്റ്റ് എത്ര എടുത്താലും, എങ്ങോട്ട് മേലേക്ക് എത്ര വേണമെങ്കിലും പൊയ്ക്കോ, അവിടെയും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. 1 and only ഈവൻ പ്രൈം നമ്പർ, ഒരേ ഒരു ഈവൻ പ്രൈം നമ്പർ ചോദിച്ചാലും അതും ഏത് തന്നെയാണ്? 2ആണ്. അപ്പോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ? ഏറ്റവും ചെറിയ, ഏറ്റവും സ്മോളസ്റ്റ് പ്രൈം നമ്പർ ചോദിച്ചാലും 2ആണ്. അതുപോലെ പ്രൈം നമ്പേഴ്സിന്റെ കൂട്ടത്തിൽ ഒരേ ഒരു ഈവൻ നമ്പർ ചോദിച്ചാലും ഏതാണ്? ഒരേ ഈവൻ നമ്പർ ചോദിച്ചാലും ഏതാണ്? 2ആണ്. സെറ്റല്ലേ? അപ്പൊ ഇൻഡിജേഴ്സ് ഒക്കെ ആണല്ലോ. നെഗറ്റീവ് നമ്പേഴ്സും സീറോയും പോസിറ്റീവ് നമ്പേഴ്സും ഇൻക്ലൂഡ് ചെയ്ത് മൊത്തത്തിലെ കാറ്റഗറിയിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റിജേഴ്സ് എന്ന് വിളിക്കും. എന്താണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? ആ 1ഉം ആ നമ്പർ മാത്രമേ ഒരു നമ്പറിന് ഫാക്ടർ ആയിട്ട് വരുന്നുള്ളെങ്കിൽ അത്തരം നമ്പേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കും നമ്മള്? ആ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കും. പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാണ്? 2ലാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും 1 എന്താ വരാത്തെ? 1ന് ആകെ ഒരു ഫാക്ടർ അല്ലേ ഉള്ളൂ, 1 മാത്രമല്ലേ ഫാക്ടർ ഉള്ളൂ. നമ്മൾ 1ന് പറയുന്നത് നീദർ പ്രൈം നോർ കോമ്പോസിറ്റ് എന്നാണ്. 1ന് നമ്മൾ പ്രൈം നമ്പറുടെ കൂട്ടത്തിലും പെടുത്താറില്ല, കോമ്പോസിറ്റ് നമ്പറിന്റെ കൂട്ടത്തിലും പെടുത്താറില്ല കേട്ടോ. അപ്പൊ 1ന്റെ കാര്യം ഒന്ന് എക്സെപ്ഷൻ ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന 2ലായിരിക്കും. സ്മോളസ്റ്റ് പ്രൈം നമ്പർ ചോദിച്ചാൽ 2ആണ്. അതുപോലെ തന്നെ പ്രൈം നമ്പറിന്റെ കൂട്ടത്തിലെ ഒരേ ഒരു ഈവൻ പ്രൈം നമ്പർ ചോദിച്ചാൽ ഏത് തന്നെയാണ്? 2 തന്നെയാണ്. സെറ്റല്ലേ? അടുത്തതിലേക്ക് പോവാം. അടുത്തതാണ് കോമ്പോസിറ്റ് നമ്പർ. കോമ്പോസിറ്റ് നമ്പർ ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഓർത്ത് വെച്ചോണം. 1 എന്തല്ല? 1 ഓർത്ത് വെച്ചോണേ. 1 is neither prime, 1 is neither prime nor composite. 1 പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. നിങ്ങൾ കണ്ടോ? നമുക്ക് ഇവിടെ കോമ്പോസിറ്റ് നമ്പർ പറയാൻ പറയുമ്പോൾ സിമ്പിൾ ഡെഫിനിഷൻ പറഞ്ഞാൽ പ്രൈം അല്ലാത്ത എല്ലാ നമ്പേഴ്സിനും എന്തെന്ന് പറയാം? കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയാം. ഒരു നമ്പർ പ്രൈം നമ്പർ അല്ലാന്നുണ്ടെങ്കിൽ അത് എന്ത് വിളിക്കാം? കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയാം. അപ്പൊ സ്വാഭാവികമായിട്ടും തോന്നാവുന്ന ഒരു ഡൗട്ട് അല്ലേ, 1 പ്രൈം അല്ലല്ലോ എന്നിപ്പോ അത് കോമ്പോസിറ്റ് അല്ലേ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് 1 എന്തല്ല? പ്രൈം നമ്പറും അല്ല, എന്തുമല്ല? കോമ്പോസിറ്റ് നമ്പർ അല്ല. കാരണം 1നെ നമുക്ക് പ്രൈം നമ്പറിന്റെ കാറ്റഗറിയിലും പെടുത്താൻ പറ്റില്ല, കോമ്പോസിറ്റ് നമ്പറിന്റെ കാറ്റഗറിയിലും പെടുത്താൻ പറ്റില്ല. അപ്പൊ നോക്കണം. അപ്പൊ കോമ്പോസിറ്റ് നമ്പർ, പ്രൈം നമ്പർ ഡെഫിനിഷൻ പഠിച്ചെങ്കിൽ കോമ്പോസിറ്റ് നമ്പറിന്റെ ഡെഫിനിഷൻ പറയാലോ. യെസ്, 2 ഫാക്ടർ 1ഉം ആ നമ്പർ മാത്രമേ ഫാക്ടർ ആയിട്ട് വരുന്നുള്ളെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താ? പ്രൈം നമ്പർ. എന്നാൽ അടുത്ത നമ്മുടെ കോമ്പോസിറ്റ് നമ്പർ ആദ്യമായിട്ട് എക്സാമ്പിൾ എത്ര? 4. 4ന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞേ. 4ന്റെ ഫാക്ടേഴ്സ് ചോദിക്കുക ഒന്ന് പറഞ്ഞേ. വരുന്നത് 1 വരുന്നുണ്ട്. 1 എല്ലാത്തിനും ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും. 2 × 2 4ആണ്. 2 വരുന്നുണ്ട്. പിന്നെ ഏത് വരുന്നുണ്ട്? ആ നമ്പർ തന്നെ വരും, 4 വരും. അപ്പൊ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 3 ഫാക്ടർ ഉണ്ട്. 3 ഫാക്ടർ ഉണ്ട്. അടുത്ത നമ്പർ എടുത്തേ. 6 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1 ഉറപ്പായിട്ടും ഉണ്ടാവും. 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 4 വരില്ല. പിന്നെ ഏതാ വരുന്നേ? 6 വരും. 1 2 3 6 ഇതാണ് 6ന്റെ ഫാക്ടർ. പറ്റല്ലേ? അപ്പൊ എങ്ങനെ ഡെഫിനിഷൻ പറയാം? ആ ഒരു നമ്പറിന്
അതേ നമ്പറും വണ്ണും അല്ലാതെ വേറെയും ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, അതേ നമ്പറും വണ്ണും മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കുക? പ്രൈം നമ്പർ എന്ന് വിളിക്കും. എന്നാൽ ഒരു നമ്പറിന് അതേ നമ്പറും, അതായത് അതേ നമ്പറും വണ്ണും അല്ലാതെ അതിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, അത്തരം നമ്പേഴ്സ് നമുക്ക് എന്ത് വിളിക്കാം? കോമ്പോസിറ്റ് നമ്പർ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? കോമ്പോസിറ്റ് നമ്പർ എന്ന് വിളിക്കാം. അപ്പൊ പ്രൈം നമ്പറും കോമ്പോസിറ്റ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? സെറ്റ് അല്ലേ? ഒരു എക്സാമ്പിൾ സ്റ്റാർട്ട് ചെയ്യപ്പോ ആദ്യത്തെ കോമ്പോസിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്താൽ 4 ആണെന്നുള്ളത് ഓർത്തിരിക്കുക. കാരണം 2 പ്രൈമാണ്, ഒന്നിനെ പ്രൈമായിട്ടും കോമ്പോസിറ്റ് ആയിട്ടും കൂട്ടുന്നില്ല, 3 പ്രൈമാണ്, പിന്നെ വരുന്ന 4 ആയിരിക്കും ആദ്യത്തെ എന്തെന്ന് പറയുന്നത്? കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? അടുത്ത് നോക്കുക, സ്ക്വയർ നമ്പർ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സ്ക്വയർ നമ്പേഴ്സ് നമ്മൾ ഇവിടെ പഠിക്കുമ്പോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നമ്പറിനെ സ്ക്വയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒരു നമ്പറിനെ സ്ക്വയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ 2ന്റെ സ്ക്വയർ നമ്മൾ എഴുതി. 2ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ആ 2 × 2 എന്നാ അല്ലെ? ഒരു നമ്പറിനെ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. എ നമ്പർ ഇസ് മൾട്ടിപ്ലൈ ഇറ്റ്സ്. അതിന് പറയുന്ന പേരാണ് എന്ത്? നമ്മൾ സ്ക്വയർ എന്ന് പറയും. അപ്പൊ നമ്മൾ നോക്കണം, സ്ക്വയർ 1ന്റെ സ്ക്വയർ എത്രയാണ്? 4ആണ്. സോറി 1ആണ്. സോറി 1ന്റെ സ്ക്വയർ എത്രയാണ്? 1ആണ്. എന്നാൽ 2ന്റെ സ്ക്വയർ എത്രയാണ്? 2 × 2 4. ഓക്കെ അല്ലേ? 1ന്റെ സ്ക്വയർ 1ആണ്, 2ന്റെ സ്ക്വയർ 4ആണ്. അടുത്ത ഓർഡറിൽ തന്നെ എഴുതിയേക്കുന്നുണ്ട്. 3ന്റെ സ്ക്വയർ 9ആണ്. ഞാൻ നിങ്ങൾ മാറ്റി എഴുതാം, അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എഴുതിയേക്കണം, നോക്കിയോ. 1ന്റെ സ്ക്വയർ എത്ര? 1ന്റെ സ്ക്വയർ 1ന്റെ സ്ക്വയർ ചോദിച്ചാൽ 1 × 1 എത്ര തന്നെയാണ്? 1 തന്നെയാണ്. 2ന്റെ സ്ക്വയർ എത്ര? 2ന്റെ സ്ക്വയർ 2 × 2 4. 3ന്റെ സ്ക്വയർ എത്ര? 3ന്റെ സ്ക്വയർ 3 × 3 9. ഓക്കെ അല്ലേ? 4ന്റെ സ്ക്വയർ 4 × 4 16. 5ന്റെ സ്ക്വയർ എത്ര? 5ന്റെ സ്ക്വയർ 5 × 5 25. ഓക്കെ അല്ലേ? ഇവിടെ 20 വരെയുള്ള ഒരു സ്ക്വയർ ബൈഹേർട്ട് ചെയ്ത് വെക്കണം. കാരണം ഇതിൽ മാത്രമല്ല, നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഈ പറഞ്ഞ സ്ക്വയർ ആവശ്യമായിട്ട് വരും. അപ്പൊ ഒരു 20 വരെയുള്ള ഒരു സ്ക്വയർ ഒക്കെ നമ്മൾ അത്യാവശ്യം എന്ത് ചെയ്ത് വെക്കുക? ബൈഹേർട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ 5ന്റെ സ്ക്വയർ 25 ആണ്. 6ന്റെ സ്ക്വയർ എത്രയാണ്? 36. 7ന്റെ സ്ക്വയർ 49. 8ന്റെ സ്ക്വയർ 64. 9ന്റെ സ്ക്വയർ എത്ര? 9ന്റെ സ്ക്വയർ എത്രയാണ്? 81. 9ന്റെ സ്ക്വയർ എത്ര? 81. 10ന്റെ സ്ക്വയർ എത്ര? 100. ഈ 10 സ്ക്വയർ വരെയൊക്കെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാവുന്നതുകൊണ്ട് അത്യാവശ്യം അറിഞ്ഞായിരിക്കും. എന്നാലും 11 തൊട്ട് 20 വരെയുള്ളത് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. 10 വരെയുള്ള സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കിയോ, 11ന്റെ സ്ക്വയർ എത്ര? 11ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 11 × 11. അത് എത്ര? 121. 12ന്റെ സ്ക്വയർ എത്ര? 12ന്റെ സ്ക്വയർ 144. 11ന്റെ സ്ക്വയർ 121. 12ന്റെ സ്ക്വയർ എത്ര? 144. 13ന്റെ സ്ക്വയർ ആണ് 169. 13ന്റെ സ്ക്വയർ എത്രയാണ്? 169. 14ന്റെ സ്ക്വയർ 196. 11ന്റെ സ്ക്വയർ 121. 12ന്റെ സ്ക്വയർ 144. 13ന്റെ സ്ക്വയർ 169. 14ന്റെ സ്ക്വയർ 196. അടുത്ത 15ന്റെ സ്ക്വയർ എത്രയാ? 225. 15ന്റെ സ്ക്വയർ എത്ര? 225. 16ന്റെ സ്ക്വയർ എത്ര? 16ന്റെ സ്ക്വയർ എത്രയാണെന്ന് ചോദിച്ചാല് 256 ആണ്. 16ന്റെ സ്ക്വയർ എത്ര? 256. അടുത്ത എത്ര? 17ന്റെ സ്ക്വയർ. 17ന്റെ സ്ക്വയർ എത്ര? 289. 18ന്റെ സ്ക്വയർ എത്ര? 324. 20ന്റെ സ്ക്വയർ എത്ര? 400. 20ന്റെ സ്ക്വയർ ചോദിച്ചാല് 400. 400 ആണ്. അപ്പൊ ഈ സ്ക്വയറുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം. 1ന്റെ സ്ക്വയർ എത്ര? 1. 2 സ്ക്വയർ 4. 3യുടെ സ്ക്വയർ 9. 4ന്റെ സ്ക്വയർ 16. 5ന്റെ സ്ക്വയർ 25. 6ന്റെ സ്ക്വയർ 36. 7ന്റെ സ്ക്വയർ 49. 8ന്റെ സ്ക്വയർ 64. 9ന്റെ സ്ക്വയർ 81. 10ന്റെ സ്ക്വയർ 100. അത്രയും സെറ്റ്. ഇനി 11 തൊട്ടുള്ളവ. 11ന്റെ സ്ക്വയർ എത്ര? 121. 12ന്റെ സ്ക്വയർ 144. 13ന്റെ സ്ക്വയർ 169. 14ന്റെ സ്ക്വയർ 196. 15ന്റെ സ്ക്വയർ 225. 16ന്റെ സ്ക്വയർ 256. 17ന്റെ സ്ക്വയർ 289. 18ന്റെ സ്ക്വയർ 324. 19ന്റെ സ്ക്വയർ 361. നമ്മൾ എഴുതിയില്ലല്ലേ 19ന്റെ സ്ക്വയർ? ഓക്കെ, 19ന്റെ സ്ക്വയർ കൂടെ ഉണ്ട് കേട്ടോ. 19ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 361. 20ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 400. 20ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400. ഇനി നമുക്ക് പഠിക്കാം ക്യൂബ് നമ്പർ. ക്യൂബ് എന്താണ്? ഒരു നമ്പറിനെ 3 പ്രാവശ്യം അതേ നമ്പർ കൊണ്ട് വിളിക്കുന്നു. ഫോർ എക്സാമ്പിൾ 2ന്റെ ക്യൂബ് പറയാൻ പറഞ്ഞാൽ എന്താ? 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ
2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇതാണ് 2ന്റെ ക്യൂബ്. 3ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 3 ഇൻറ്റു 3 ഇൻറ്റു 3. സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ നമ്പറിനെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു. അവിടെ ഓർഡറിൽ തന്നെ കൊടുത്തേക്കുന്നത് 1ന്റെ ക്യൂബ് 1, 2ന്റെ ക്യൂബ് 8, 3ന്റെ ക്യൂബ് 27, 4ന്റെ ക്യൂബ് 64, 5ന്റെ ക്യൂബ് എത്ര? 125, 6ന്റെ ക്യൂബ് 216, 7ന്റെ ക്യൂബ് 343, 8ന്റെ ക്യൂബ് 512, 9ന്റെ ക്യൂബ് 729, 10ന്റെ ക്യൂബ് 1000. ഒന്നുകൂടെ പറഞ്ഞേ, 1ന്റെ ക്യൂബ് 1 ആണ്, 2ന്റെ ക്യൂബ് എത്ര? 8, 3ന്റെ ക്യൂബ് 27, 4ന്റെ ക്യൂബ് 64, 5ന്റെ ക്യൂബ് 125, 6ന്റെ ക്യൂബ് 216, 7ന്റെ ക്യൂബ് 343, 8ന്റെ ക്യൂബ് 512, 9ന്റെ ക്യൂബ് 729, 10ന്റെ ക്യൂബ് 1000. എടാ ഇത് എന്തിനാ പഠിക്കുന്നത് അറിയോ? ഫോർ എക്സാമ്പിൾ ഇങ്ങനെ തരാം, 8, 27, 64 ഡാഷ് ഇട്ടിട്ട് അടുത്ത ഡാഷിൽ വന്നേക്കണ ഇതാണ് 216. നിങ്ങൾ ഇവിടെ കൂട്ടിയും കുറച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഉറപ്പാണ് ഇവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. കാരണം 8നോട് 19 കൂട്ടി 27 കിട്ടും, 27നോട് 19 കൂട്ടി 64 അല്ല. അവിടെ നിങ്ങൾ ഡിഫറൻസ് എടുത്ത് നോക്കിയാലും കൂട്ടി കുറച്ചാലും ഓൾട്ടർനേറ്റ് ആയിട്ട് നോക്കിയാലും ഒക്കെ എന്താ, നിങ്ങൾക്ക് ആ ഒരു റിലേഷൻ കാണാൻ പറ്റില്ല. അതേസമയം ഇത് ക്യൂബ് ആണ്, ഇത് ക്യൂബ് നമ്പേഴ്സ് ആണെന്ന് അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പം എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ എളുപ്പം ഇത് എന്ത് ചെയ്യാം? ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും? അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതേസമയം ക്യൂബിനെ കുറിച്ച് അറിയാത്ത ഒരാള്, സ്ക്വയറിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സെറ്റല്ലേ? ഓക്കെ അല്ലേ? പിന്നെ പ്രൈം നമ്പേഴ്സ് ഒന്നുകൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോടുക. പ്രൈം നമ്പേഴ്സ് ഒന്നുകൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? എവിടേക്കാ? അതിൽ നമ്മള് 1നും 100നും ഇടയ്ക്ക് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് എന്ന് അവിടെ കൊടുത്തേക്കുന്നത് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെച്ചോളുക. 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 43, 47, 53, 59, 61, 67, 71, 73, 79, 83, 89, 97. ഇവിടെ 2 പോയിന്റ് ഓൾറെഡി ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഏതാ? ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ചോദിച്ചാൽ ഏതാ? ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇവിടെ ഫലം നോക്കിക്കഴിഞ്ഞാൽ 1നും 10നും ഇടയ്ക്കും 1നും 10നും 20നും ഇടയ്ക്കും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നിലധികം പ്രൈം നമ്പേഴ്സ് വരുന്നുണ്ട്. അതേസമയം നിങ്ങൾ നോക്കടാ, 90നും 100നും ഇടയ്ക്കാണ് നോക്കുന്നതെങ്കിൽ 90നും 100നും ഇടയ്ക്കും ബിറ്റ്വീൻ 90 to 100 നോക്കിയാൽ അവിടെ ഒരേ ഒരു പ്രൈം നമ്പർ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ? കാണാൻ പറ്റുന്നുള്ളൂ. 90ക്കും 100നും ഇടയ്ക്ക് ഒരേ ഒരു പ്രൈം നമ്പറിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ? കാണാനായിട്ട് പറ്റുന്നുള്ളൂ. അത് ഏതാടാ? 97. അതൊന്നും ഓർത്ത് വെച്ചേക്കണടാ. 90നും 100നും ഇടയ്ക്ക് അല്ലെങ്കിൽ 90ക്കും 100നും ഇടയ്ക്ക് ഒരേ ഒരു പ്രൈം നമ്പറേ ഉള്ളൂ. അത് ഏതാണ്? 97 ആണ്. പിന്നെ നമ്മൾ ആ എണ്ണം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. 1നും 100നും ഇടയ്ക്ക് ബിറ്റ്വീൻ 1 and 100 നമുക്കറിയാം എത്ര പ്രൈം നമ്പർ ഉണ്ട്? 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 100 എത്രയാണെന്ന് ചോദിച്ചാൽ there are 25 പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 100. 1നും 100നും ഇടയ്ക്ക് 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. എന്നാൽ 1നും 50നും ഇടയ്ക്ക് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 15 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. 1നും 50നും ഇടയ്ക്ക് 1 to 50, 15 അങ്ങനെ ഓർത്ത് വെക്കാം. 1നും 50നും ഇടയ്ക്ക് എത്ര? 50. 1നും 50നും ഇടയ്ക്ക് 15 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. അതുപോലെ 1നും 25നും ഇടയ്ക്ക് ബിറ്റ്വീൻ 1 and 25 എത്ര? 9 പ്രൈം നമ്പർ ഉള്ളു. അവിടെ നിങ്ങൾക്ക് നോക്കാം. 1, 2, 3, 4, 5 അല്ലെ? 1നും 25നും ഇടയ്ക്കല്ലേ ചോദിച്ചേക്കണേ? 6, 7, 8, 9 കണ്ടോ? 9 പ്രൈം നമ്പേഴ്സ്. ഇനി 50ക്കും 100നും ഇടയ്ക്ക് 50ക്കും 100നും ഇടയ്ക്ക് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 10 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. നമുക്ക് ഇത് എല്ലാ ക്വസ്റ്റ്യനിലും ഇതിന് എണ്ണാൻ പറ്റുമോ? മൊത്തത്തിൽ ഇതിന് എണ്ണാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരു കുറുക്കുവഴി പോലെ എന്ത് ചെയ്യാം? ഈ ഒരു ടേബിൾ പഠിച്ചു വെക്കുക. ഒരു കണ്ണം കൂടി എഴുതിത്തരാം. 90നും 100നും ഇടയ്ക്ക് എത്ര പ്രൈം നമ്പർ ഉണ്ട്? ഒരു പ്രൈം നമ്പറേ ഉള്ളൂ. 90നും 100നും ഇടയ്ക്ക് ഒരു പ്രൈം നമ്പർ ഉള്ളു. ആ പ്രൈം നമ്പർ ഏതാണെന്ന് കൂടെ അറിഞ്ഞിരിക്കുക. ഏതാണ്? 97. 90നും 100നും ഇടയ്ക്ക് ഒരേ ഒരു പ്രൈം നമ്പർ ഉള്ളത് ഏതാണ്? 97. സെറ്റല്ലേ? സെറ്റാണല്ലോ. അപ്പൊ പ്രൈം നമ്പർ വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഏതൊക്കെ ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. ഏതൊക്കെയാണ്? നാച്ചുറൽ നമ്പേഴ്സ് പറഞ്ഞു, ഹോൾ നമ്പേഴ്സ് പറഞ്ഞു, അതുപോലെ ഈവൻ നാച്ചുറൽ നമ്പർ പറഞ്ഞു, ഓഡ് നാച്ചുറൽ നമ്പർ പറഞ്ഞു. ഈവൻ നാച്ചുറൽ നമ്പർ ഓഡ് നാച്ചുറൽ നമ്പറുള്ള പ്രത്യേകത എന്താ? അവിടെ തൊട്ടടുത്തുള്ള ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും എത്ര ആയിരിക്കും? 2 ആയിരിക്കും. പിന്നെ ഇന്റിജേഴ്സ് പറഞ്ഞു. 0 പോസിറ്റീവ് നമ്പേഴ്സ്, ഇപ്പുറത്തെ സൈഡിലോട്ട് നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം കൂടെ ചേർന്ന് വരുന്ന നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്?
ആ ഇന്റിജേഴ്സ് എന്ന് വിളിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നും ആ നമ്പർ മാത്രമേ ഫാക്ടേഴ്സ് വരുന്നുള്ളെങ്കിൽ അത്തരം നമ്പേഴ്സിനെ എന്ത് വിളിക്കും, പ്രൈം നമ്പർ. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്. പിന്നെ പ്രൈം നമ്പർ അല്ലാത്ത നമ്പേഴ്സിനെ കോമ്പോസിറ്റ് എന്ന് പറയും. അവിടെ ഓർത്തിരിക്കുക 1 പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ സ്ക്വയർ പറഞ്ഞു, ക്യൂബ് നമ്പേഴ്സ് പറഞ്ഞു, പ്രൈം നമ്പേഴ്സ് പറഞ്ഞു. ഇത്രയും സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. ഓക്കെ, താങ്ക് യു.